Exercise 5.1, question number 2. The shoppers who come to a departmental store are marked as man M, woman W, boy B, or girl G. The following list gives the shoppers who came during the first hour in the morning. ഒരു ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റോറിലേക്ക് വന്നിട്ടുള്ള ഷോപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. എം എന്ന് കാണിക്കുന്നത് മാൻ, വുമൺ എന്ന് കാണിക്കുന്നതിന് എം ആയിട്ട് ഡബ്ല്യു ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ബോയ് വന്നിട്ടുണ്ടെങ്കിൽ അത് ബി ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഗേൾ ആണ് വന്നതെങ്കിൽ ജി എന്നും ഡിനോട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അവർ ഷോപ്പേഴ്സ് വന്നിട്ടുള്ള ഡീറ്റെയിൽസ്. ഫസ്റ്റ് എ വുമൺ കെയിം, സെക്കൻഡ് അഗെയിൻ എ വുമൺ കെയിം, തേർഡ് എ വുമൺ കെയിം, ദെൻ എ ഗേൾ കെയിം, ബോയ്, woman, like that. Okay, make a frequency distribution table using tally marks. We have to make a frequency distribution table using tally marks. Draw a bar graph to illustrate it, and also we have to draw a bar graph. We know that there is 3 columns in a frequency distribution table. According to the question, the first column goes to shoppers, second column tally marks, and third frequency. The shoppers are man, woman, boy, and girl. Okay, അപ്പോൾ given details വെച്ച് നമുക്കിവിടെ tally marks കൊടുക്കാം. First a woman came. Okay, first a woman came. So here 1, tally marks 1. Then again a woman came, 1. Third a woman. Then next a girl came. Here put a tally mark. Then boy. Then again a woman. Again a woman. With the fifth ആണ് 1, 2, 3, 4 fifth we draw like this. Okay. Then after a woman a man came. Then again a girl came. Next a girl came. Next a man came. ഓക്കെ, ലൈക്ക് ദാറ്റ്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് നോക്കിയിട്ട് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ ടാലി മാർക്സ് മാർക്ക് ചെയ്യുക. സോ അക്കോർഡിംഗ് ടു അവർ ഡീറ്റെയിൽസ് ദിസ് ഈസ് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. കറക്റ്റ് എണ്ണം നോക്കി ടാലി മാർക്സ് നോക്കുമ്പോൾ വി ഗെറ്റ് മാൻ, ദ ഫ്രീക്വൻസി ഓഫ് മാൻ ഇസ് 15, വുമൺ ഈസ് 28, boy is 5, and girl is 12. So this is the frequency distribution table. Next we have to draw a bar graph to illustrate this data. So according to the frequency distribution table we can make a bar graph like this. In the x-axis we can mark the shoppers. Shoppers are man, woman, boy, girl. In the y-axis we can mark the number of shoppers. Okay, അപ്പോൾ ഫ്രീക്വൻസീസ് നോക്കുമ്പോൾ 15, 28, 5, 12. അപ്പോൾ ഈ ഒരു റേഞ്ച് നോക്കുമ്പോൾ നമുക്ക് 5, 10, 15 ഇങ്ങനൊരു റേഞ്ചിൽ നമുക്ക് എടുക്കാം എക്സ് ആക്സിസിൽ, വൈ ആക്സിസിൽ. ഓക്കെ, അപ്പോൾ ഐ എം ടേക്കിംഗ് 5, 10, 15, 20, 25 and 30. That means 1 unit length. 1 unit length is equal to 5 shoppers. ഓക്കെ, ഒരു യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 5 ഷോപ്പേഴ്സ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നൗ വി ക്യാൻ മാർക്ക്, ദാറ്റ് ഈസ് ഹൗ മെനി മാൻസ് ആർ ദർ. ദ ഫ്രീക്വൻസി ഓഫ് മാൻ ഇസ് 15. അപ്പോൾ നമുക്ക് 15ൽ മാർക്ക് ചെയ്യാം. മാൻ എന്ന് പറയുന്നത് 15ലാണ്. ഹിയർ. ഓക്കെ, this is man. And next woman. How many women? 28. 28 will be here between 30 and 25. So I can mark here 28. Okay, this is for woman. And next is boy. How many boys? 5 boys. 5 boys is here.
and the girls are 12. So it will be between 10 and 15. I'm marking here. If you have a graph paper, you can draw there. Okay, graph paper ഉണ്ടെങ്കിൽ അതിൽ വരയ്ക്കാം. അപ്പോൾ കറക്റ്റ് യൂണിറ്റ്സ് നമുക്ക് കിട്ടും. Okay, so this is the bar graph for the given details. നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽഡ് ബാർ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇനി ബാർ ഗ്രാഫ് എന്ത് വേണം? എക്സ് ആക്സിസ്, വൈ ആക്സിസ്. എക്സ് ആക്സിസിൽ എന്താണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അതവിടെ കറക്റ്റായിട്ട് കാണിച്ചിരിക്കണം. അതേപോലെ വൈ ആക്സിസിലും കാണിച്ചിരിക്കണം. ആൻഡ് 1 യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് എടുക്കുന്നത്? ഹിയർ ഐ എം ടേക്കിംഗ് 5 ഷോപ്പേഴ്സ്. 1 യൂണിറ്റ് ലെങ്ത് ഇസ് ഈക്വൽ ടു 5 ഷോപ്പേഴ്സ്. ഇത് നിർബന്ധമായിട്ടും അതിൽ കാണിച്ചിരിക്കണം ഗ്രാഫിൽ. ആൻഡ് ബാറൊക്കെ കറക്റ്റായിട്ട് സ്കെയിലും പെൻസിലും യൂസ് ചെയ്തിട്ട് നീറ്റായിട്ട് ഈക്വൽ ലെങ്ത്തിൽ തന്നെ നിങ്ങൾ കറക്റ്റ് യൂണിറ്റിൽ വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, ദിസ് ഈസ് ദി ആൻസർ ഫോർ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Now see the third question. The weekly wages of 30 workers in a factory are is given. Okay, ഒരു ഫാക്ടറിയിലെ 30 വർക്കേഴ്സിൻ്റെ വീക്ക്ലി വേജസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Using tally marks, make a frequency table with intervals as 800 to 810, 810 to 820 and so on. We have to make a frequency distribution table. The class interval is given. Class interval തന്നിട്ടുണ്ട്. ഈ ഇൻ്റർവൽസ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ വി ഹാവ് ക്ലാസ് ഇൻ്റർവൽസ്, ടാലി മാർക്സ് ആൻഡ് ഫ്രീക്വൻസി. ക്ലാസ് ഇൻ്റർവൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എടുക്കുക. 800 to 810. ഇവിടുത്തെ സൈസ് 10 ആണ്. ഓക്കെ, ദിസ് ഈസ് ദ ലോവർ ലിമിറ്റ് ആൻഡ് ദിസ് ഈസ് ദി അപ്പർ ലിമിറ്റ് and the size is 10. 810 to 820, 820 to 830, 830 to 840, 840 to 850 like that. And the last value വരുന്നത് 890 വരെയാണ്. അപ്പോൾ നമ്മൾ 890 to 900 വരെ എടുത്തു. ഓക്കെ, ഇത് നമ്മൾ തന്നിട്ടുള്ള എൻട്രികൾ നോക്കിയിട്ട് ടാലി മാർക്സ് ഡിനോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഇൻ്റർവെല്ലിൽ 810 എവിടെയാണ് വരിക? ഇവിടെയാണ് വരിക. ഇവിടെ 800 തൊട്ട് 809 വരെയുള്ള എൻട്രീസാണ് ഈ ഇൻ്റർവെല്ലിൽ വരിക. ഇവിടെ 810 മുതൽ 819 വരെയുള്ള എൻട്രീസാണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാ എൻട്രിയും നോക്കിയിട്ട് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ഇസ് 830, അതാണ് ഫസ്റ്റ് തന്നിട്ടുള്ളത് 830. അപ്പോൾ 830 ഏത് ഇൻ്റർവെല്ലിൽ വരും? ഹിയർ. സോ നമ്മളിവിടെ ഒരു ടാലി മാർക്സ് വരച്ചു. നെക്സ്റ്റ് ഈസ് 835. 835 also comes here. Then 890 ഇവിടെ വരും. Then 810 comes here. Then 835 comes here. Then 836 this also comes here. Then 869 അവിടെ വരും here. Then 845 here comes. ഓക്കെ, അങ്ങനെ ഓരോ എൻട്രീസും നോക്കിയിട്ട് ഏത് ഇൻ്റർവെല്ലാണ് വരിക എങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള ടാലി മാർക്സ് കൊടുക്കുക ആൻഡ് റൈറ്റ് ദ ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ നമ്മൾ ടാലി മാർക്സ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ഫ്രീക്വൻസി ടേബിൾ ലൈക്ക് ദിസ്. ഓക്കെ, ഫസ്റ്റ് ഫ്രീക്വൻസി ഈസ് 3, 2, 1, 9, 5, 1, 3, 1, 1, 4. Okay, this is the frequency table. ഇത് കറക്റ്റ് ആണോ എന്നറിയാൻ യു ജസ്റ്റ് ആഡ്. ഇതിന് ടോട്ടൽ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ജസ്റ്റ് ഫൈൻഡ് ദ ടോട്ടൽ. 30 വർക്കേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് 30 കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കറക്റ്റ്. ഓക്കെ, see the fourth question. Draw a histogram for the frequency table made for the data in question 3 and answer the following questions. Okay, question 3 നമ്മൾ യൂസ് ചെയ്ത ഫ്രീക്വൻസി ടേബിൾ യൂസ് ചെയ്തിട്ട് we have to draw a histogram. Okay, അപ്പോൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഹിയർ ഇറ്റ് ഈസ് എ ജാഗ്ഡ് ലൈൻ. ഇത് കറക്റ്റ് ചെയ്ത് വരയ്ക്കണം കേട്ടോ. ഇറ്റ് ഈസ് എ ജാഗ്ഡ് ലൈൻ. ഓക്കെ, ആൻഡ് ഹിയർ എക്സ് ആക്സിസ് നമുക്കറിയാം. നമ്മൾ നേരത്തെ വരച്ച ഫ്രീക്വൻസി ടേബിളിൽ നോക്കുമ്പോൾ
എന്താണ് ക്ലാസ് ഇൻ്റർവെൽസ് 8-10 മുതലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 8-10, 8-20, 8-30 എക്സെട്ര അപ് ടു 900 വരെ. അപ്പോൾ ഈ എക്സ് ആക്സിസിൽ നമ്മളത് ആ ഇൻ്റർവെൽസ് മാർക്ക് ചെയ്യുക. 8-10, 8-20, 8-30, 8-40, 8-50, 8-60, 8-70, 8-80, 8-90 and 900. Okay, ഇതുവരെ മാർക്ക് ചെയ്തു. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ദ വീക്ക്ലി വേജസ്. ഇവിടെ എന്താണ് വീക്ക്ലി വേജസ് ആണത്. അപ്പോൾ ഇവിടെ വീക്ക്ലി വേജസ് എന്ന് മാർക്ക് ചെയ്യാം. ആൻഡ് ഇൻ വൈ ആക്സിസ് നമുക്കറിയാം നമ്മുടെ ഫ്രീക്വൻസീസ് നോക്കുക. എങ്ങനെയാണ് ഫ്രീക്വൻസീസ് വന്നിട്ടുള്ളത്? 3, 2, 1, 9, 5. ഓക്കെ, അപ്പോൾ 1 ഡിജിറ്റ് ആയിട്ടാണ്, അതായത് ഒരു 9 ആണ് മാക്സിമം നമ്പർ, 1 ഈസ് ദ ലീസ്റ്റ് നമ്പർ. അപ്പോൾ നമുക്ക് 1, 2, 3 അങ്ങനെ തന്നെ എടുക്കാം. ഓക്കെ, ടേക്കിംഗ് 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ഈസ് ദ മാക്സിമം ഫ്രീക്വൻസി. സോ 9 വരെ എഴുതിയിട്ടുണ്ട്. സോ ഹിയർ വി ഹാവ് ടു റൈറ്റ് ദ നമ്പർ ഓഫ് വർക്കേഴ്സ്. ഓക്കെ, വർക്കേഴ്സിൻ്റെ എണ്ണമാണിത്, നമ്പർ ഓഫ് വർക്കേഴ്സ്. ആൻഡ് ടേക്കിംഗ് 1 യൂണിറ്റ് ലെങ്ത് ഇസ് ഈക്വൽ ടു, ഒരു യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 1 വർക്കറായിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, 1 വർക്കർ. ഓക്കെ, നൗ ലെറ്റ്സ് ഡ്രോ ദ ഹിസ്റ്റോഗ്രാം. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മുടെ ഫ്രീക്വൻസി ടേബിളിൽ നോക്കുക. 800 മുതൽ 810 വരെയുള്ള റേഞ്ചിൽ ഏതാണ്? 3 ആണ് ഫ്രീക്വൻസി. ഓക്കെ, ദർ ഇസ് എ കറക്ഷൻ ഈസ് ദാറ്റ് ഇവിടെ 800 സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. 800, 810, 820, 830, 840, 850, 860, 870, 880, 890 and 900. ഓക്കെ, നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 800 നിന്നാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മളിവിടെയും 800 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫ്രീക്വൻസി വരുന്നത് 3 ആണ്. ഓക്കെ, 800 to 810 is 3. അപ്പോൾ ആ ഒരു ഫ്രീക്വൻസി നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ 3. 800 തൊട്ട് 810 വരെ ഇറ്റ് ഈസ് 3. ഓക്കെ, നെക്സ്റ്റ് 810 മുതൽ 820 വരെ ഫ്രീക്വൻസി വരുന്നത് 2 ആണ്. 810 to 820 it is 2. ഓക്കെ, ദെൻ 820 to 830 1 ആണ് വരുന്നത്, 1. ദെൻ 830 to 840 ഇറ്റ് ഈസ് 9. അപ്പോൾ 9ലേക്ക് വരയ്ക്കുക. You draw, use your scale. Okay, 840, then it is 9. Then 840 മുതൽ 850 വരെ വരുന്നത് 5 ആണ്. 5ൻ്റെ നേരേക്ക് വരയ്ക്കുക. ഓക്കെ, ദെൻ 850 to 860 വരുന്നത് 1. Then 860 to 870 is 3. 3 ഇവിടെ വരും. Okay, now 870 to 880 it is again 1. It is 1, 3. Here it is 5. Okay, and 1. It is 1. Then 880 to 890 it comes again 1. Then 890 to 900 it is 4. 4ൻ്റെ നേരേക്ക് വരയ്ക്കാം. ഓക്കെ, ഇത് നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട്, പെൻസിലും സ്കെയിലും യൂസ് ചെയ്തിട്ട് നീറ്റായിട്ട് വരയ്ക്കണം കേട്ടോ. സോ ദിസ് ഈസ് ദ ഹിസ്റ്റോഗ്രാം ഫോർ ദ ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3യിലെ ഡീറ്റെയിൽസിൻ്റെ ഇൻഫർമേഷൻ്റെ ഹിസ്റ്റോഗ്രാം ഇങ്ങനെയാണ്. ഇനി ദർ ആർ സം ക്വസ്റ്റ്യൻസ്. 4th കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഫൈൻഡ് ദ ആൻസേഴ്സ്, ദെൻ ഡു ദ 5th ക്വസ്റ്റ്യൻ ഓൾസോ. ഓക്കെ, 5th ക്വസ്റ്റ്യനും നിങ്ങൾ തന്നെ ചെയ്യാം. ഓക്കെ, സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.